ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ നമ്മളൊരു ബ്ലോഗ് ഇട്ടു. ഒരുപാട് പേരത് കണ്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ. വളരെ സന്തോഷം കിട്ടിയൊരു സംഭവമായിരുന്നു ഇന്നലത്തെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ, എൻ്റെ മോൾ ഏകദേശം ഒരു 6-7 മാസമായിട്ട് ഗർഭിണിയായിട്ടിരിക്കുക. ഇപ്പോൾ മോൾക്ക് ഭയങ്കര ആഗ്രഹം, ഇച്ചിരി ബോണ്ട തിന്നണമെന്ന്. ഓരോ ആഗ്രഹങ്ങളല്ലേ. ഞാൻ പറയാം ശരി എന്നാൽ മോളെ നല്ലൊരു ബോണ്ട ഉണ്ടാക്കിത്തരാം. പിന്നെ അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ആ ബോണ്ട ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ ഈ ബോണ്ട ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ചായക്കട സ്റ്റൈലൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേർക്കൊക്കെ വേണ്ടിയുള്ള രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ചായക്കടയിൽ വലിയ ഇങ്ങനെ ഇരിക്കുന്നില്ല, അതൊന്നുമല്ല. ഇച്ചിരി ഗോതമ്പ് പൊടിയുണ്ട്, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റം. ഇതൊരു 250 ഗ്രാം അളവിൽ ഗോതമ്പ് പൊടിയാണ്. ഇതൊരു 200 ഗ്രാം ശർക്കരയും. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് വരും വഴിയെ ഓരോന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം എന്നിട്ട് ഇതേപോലൊരു പാത്രം എടുത്തിട്ട് ഈ ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പൊടി ശർക്കര വരുന്നുണ്ട്, അതാണേലും എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ശർക്കര എടുത്തൊന്ന് പൊട്ടിച്ച് ഇട്ടാണ്. ഇതേപോലെ ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടുതൽ വേണ്ട, ഇതൊന്ന് ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു നൂൽപ്പരുവൊന്നും ആകണ്ട, ഇതൊന്ന് ഉരുക്കിയെടുക്കുക, ജസ്റ്റ് അത്രയേ ഉള്ളൂ. ചെറിയ തീ വേണം ശർക്കര ഉരുക്കിയെടുക്കാൻ. ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കാം. കണ്ടോ, മണ്ണൊക്കെ കണ്ടു. അപ്പോൾ നല്ലപോലെ അരിച്ചെടുക്കണം. ശർക്കര ഉരുക്കിയൊന്ന് മാറ്റിയതിന് ശേഷം ഇതേപോലെ 2 ചെറുപഴം, പാളയംകുടം പഴത്തിൻ്റെയാണ് നല്ലത്. അപ്പോൾ ഉണ്ടെങ്കിൽ പാളയംകുടം പഴം എടുക്കുക. അത് എടുത്തതിന് ശേഷം ഒരു ജാറിൻ്റെ അകത്തോട്ട് ഇത് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം രീതിയിലുള്ള പഴുത്താണ്. അപ്പോൾ അതങ്ങോട്ട് ഇതുപോലെ അരിഞ്ഞ് ജാറിൻ്റെ അകത്തോട്ട് ഇട്ടു. ഇപ്പോൾ ഈ ശർക്കരപ്പാനി തണുത്തിട്ടുണ്ട്, തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ടേ. ഈ പഴം ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം. ബാക്കി ശർക്കരപ്പാനി നമുക്ക് ആവശ്യമുണ്ട്. തൽക്കാലം ഞാനൊന്ന് മാറ്റി വെക്കുകയാണത്. ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് അവരിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി, ഇതിപ്പോൾ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് നല്ലപോലെ നരച്ചെടുത്തോട്ട് പോകാൻ. ഇപ്പോൾ നല്ലപോലെ നരച്ച് വെച്ചിട്ടുണ്ട്. പഴമൊക്കെ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഗോതമ്പ് പൊടി നമ്മൾ ഈ ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പീര്, ഇത് ഓപ്ഷനാണ് കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങ കൊത്ത് വേണം, വറുത്ത് വേണേലും എടുക്കാവുന്നതാണ്. നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയാണ്, അത് ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡാപ്പൊടി, ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് ഇളക്കട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് ഈ അരച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ആ ശർക്കരപ്പാനി മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കുക. കൈ കൊണ്ട് വേണമെങ്കിലും ഇളക്കിയെടുക്കാമെന്ന് കേട്ടോ. ഇപ്പോൾ സ്പൂൺ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു പാങ്ങിന് ഇപ്പോൾ കൈ കൊണ്ട് ഇളക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യാമെന്നുള്ളൂ. അപ്പം തന്നെ ആ ബോണ്ടയുടെ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. ഇത് കണ്ടോ, ഇതേപോലെ ഈ ഒരു രീതിക്ക് വേണം അത് റെഡിയാക്കിയെടുക്കാൻ. ഇതിനകത്ത് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുണ്ട് ഇതേപോലെ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. മധുരമൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷം വേണം ഇത് ഒന്ന് മാറ്റി വെക്കാനായിട്ട്. ഇത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കട്ടെ.
ഇതവിടെ ഞാൻ അത്യാവശ്യമായിട്ട് അക്ഷയ വരെ ഒന്ന് പോവുക. പോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. ഏതായാലും നമ്മൾ അക്ഷയ സെൻറ്ററിലൊക്കെ പോയിട്ട് വന്നു. ഒരു പേപ്പർ ശരിയാക്കാനുണ്ട്, ഇത് വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടി. ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് റെഡിയാക്കാം. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് അങ്ങോട്ട് ഇട്ടു. ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഓയിലായാലും മതി. ഒരല്പം നെയ്യ് ചേർക്കുന്നത് നല്ലതാണ്, നല്ല ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ലൊരു മണവും നല്ല രുചിയാണ് നെയ്യ് ഉണ്ടെങ്കിൽ ഒരല്പം ചേർക്കുന്നു. ഇപ്പം നല്ല മാവൊക്കെ നല്ല പരുവായിട്ടുണ്ട്. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പുഴുവുള്ള ചീനച്ചട്ടി നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചീനച്ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം കേട്ടോ. ആ, എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. കൈ ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് കുറച്ചങ്ങോട്ട് എടുക്കാം. വലുതാണ്, ചെറിയ രീതിയിൽ ബോൾ പിടിക്കുക, ചെറുതായിട്ടൊന്ന് ബോൾ പിടിക്കുക. അതിന് ശേഷം അപ്പം നമ്മൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഇത് നമുക്ക് കോരിയെടുക്കും. ബോണ്ടെന്ന് അറിയുമ്പോൾ നമുക്കറിയാലോ കറുത്തൊക്കെ ഇരിക്കും. ബാക്കി ഇവിടെ നമുക്ക് പിടിച്ച് ഇതുപോലെ ഇതിപ്പോൾ ചായക്കുള്ള സ്റ്റൈലൊന്നുമില്ല. നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു 4 മണി പലഹാരമോ അല്ല സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. 2 സൈഡും ഒന്ന് കറുത്ത് വരും. പണ്ട് കാലത്ത് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോണ്ട തിന്നാൽ മതി, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വയറ് നിറയും. അത്ര ബോണ്ടായ ഒരാക്കട്ട വരെ ഏറി വിടുന്ന താഴെ ആ രീതിയിലുള്ള ബോണ്ടയൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മുടെ ബോണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു കുട്ടി ബോണ്ട. ഇപ്പം മോള് വന്നിട്ടുണ്ട്. മോൾക്ക് ഞാൻ പറഞ്ഞില്ലേ, മോൾക്ക് വലിയ ഇഷ്ടമായത്. ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അപ്പം മോൾക്ക് കൊടുക്കാനായിട്ട് പോവുക. ബോണ്ട പറഞ്ഞ പ്രകാരം എനിക്ക് ഇച്ചിരി ബോണ്ട ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. റെഡിയാക്കിയിട്ടുണ്ട്. കുട്ടി ബോണ്ട ചെറുതാണല്ലേ? ആ അതാ പറഞ്ഞ കുട്ടി നമ്മുടെ ഉന്നോണിയുടെ അത്ര ഉള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോണ്ട. വെള്ളം വരുന്നു. നല്ല മണമുണ്ട് അല്ലേ? ഞാൻ നല്ല മണം പൊളിച്ചപ്പോ കണ്ടോ? ഒന്ന് മുറിച്ച് കാണിച്ചു. കാപ്പിയുടെ കൂടെ ചായ അല്ല, കാപ്പിയും ബോണ്ടായി. എങ്ങനെയുണ്ടേ? ഇരുന്ന് ഒത്തിരി മധുരമായിട്ടൊന്നുമില്ല. കറക്റ്റ് മധുരം അല്ലേ? മോനെ നല്ല മൊരു മൊരാന്ന്, നല്ല മഴ, നല്ല മൊരു മറന്നിരിക്കുന്നല്ലേ, നല്ല മൊഴിഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ബോണ്ട അല്ല, സാധാരണ നമ്മുടെ കടയിൽ പോകണ്ടല്ലേ ഇതിന്റെ കുഞ്ഞിത്. ഇത് ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇത് ചായക്കടയല്ല, ബോണ്ടയല്ല. നമ്മുടെ വീട്ടിൽ ഇതുപോലെ 4 മണിക്കോ അല്ലെ മഴ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടിരിക്കാം. നല്ലതേ കുഞ്ഞിതാവുമ്പോ നമുക്ക് ഇങ്ങനെ അതേ ടേസ്റ്റ് തന്നെ, ഒരു മാറ്റവും നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരമൊന്നും കൂടുതലൊന്നുമില്ല. കറക്റ്റ് നമുക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള മധുരം. കുഞ്ഞ് കഴിച്ചോണ്ട് നടക്കുന്നുണ്ടോ? കുഞ്ഞായിക്ക് ഇഷ്ടപ്പെട്ടോടാ? നല്ലതാണോ? കുഞ്ഞിനും ഇഷ്ടപ്പെട്ടോ? കാപ്പി വേണോ? ആ പോരി. ഈ പാത്രം എൻ്റെ ഇരിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ഞാനത് മൊത്തം തിന്ന് കഴിക്കും. നല്ല അടിപൊളി ബോണ്ട. അതെ, എൻ്റെ മകനും വരുമാനവും കൂടെ ഉള്ളതാണ്. എൻ്റെ മൊത്തം വന്നിരിക്കും കഴിക്കാൻ. തിന്നോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 1/4 കിലോ ഗോതമ്പ് പൊടി, ഒരു 10-200 ഗ്രാം ശർക്കര മാത്രമേ എടുത്തുള്ളൂ. എത്ര പേർക്ക് കഴിക്കാനുണ്ടെന്ന് ഒത്തിരി ഉണ്ടല്ലോ.
അതെ ഞാൻ ശരിയാ. ഇഷ്ടം പോലുണ്ട്. നമ്മുടെ വീട്ടിൽ എത്ര വേണ്ടാലും കഴിക്കാൻ പറ്റും. കാര്യം ഒരു 10-25 മുട്ടയെങ്കിലും പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ചാരയിലും വേഗം കൊടുക്കാമല്ലോ. ടേസ്റ്റ്. നല്ല നല്ല ടേസ്റ്റിയായിട്ട്. പണ്ടേ ഇഷ്ടമാട്ടോ. കടയിൽ നിന്നാ വലിയ ബോണ്ട എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളിയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം നീ പറഞ്ഞല്ലോ നിനക്ക് ഇത് വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞാൽ കേട്ടോ ബോണ്ട കിട്ടിയത് നല്ലതായിരുന്നെന്ന്. ഉടനെ ഇപ്പൊ ഉണ്ടാക്കും ഞാൻ അറിഞ്ഞില്ല. അപ്പനും അമ്മയ്ക്കും മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ചെയ്യാവുന്നതല്ലേ, വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് എണ്ണയും ഇല്ല കയ്യിലൊന്നും. എന്നാന്നില്ല. ഒന്നും പറ്റുന്നില്ല. എൻ്റെ ബോണ്ട അപ്പോൾ ഇഷ്ടപ്പെട്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അല്ലേ മോനെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം. ബൈ. Bye.